നമസ്കാരം. നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ഉടമയാണോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബിസിനസ്സിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബിസിനസ് പോരാ, മുമ്പോട്ട് പോകണമെന്ന് തോന്നുന്ന ഒരവസ്ഥയിലാണോ നിങ്ങളുള്ളത്? കൂടുതൽ ബിസിനസ് ഉണ്ടായാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ, അതിന് മറ്റൊരു സാധ്യതയും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കുള്ള 4 ടിപ്സുകളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. റെസ്റ്റോറന്റ് ബിസിനസ്സുകൾ ലാഭകരമാക്കണമെങ്കിൽ പല രൂപത്തിൽ നമുക്കതിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുവാൻ വേണ്ടി കഴിയും. ഇത് അറിയാത്തത് കൊണ്ടാണ് റെസ്റ്റോറന്റ് ബിസിനസ്സുകൾ പെട്ടെന്ന് അടച്ചുപൂട്ടി പോകുന്നത്. റെസ്റ്റോറന്റ് ബിസിനസ്സുകളിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓവർഹെഡ് ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊരു 100 സീറ്റുള്ള റെസ്റ്റോറന്റ് ആയിരിക്കും നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടാവുക. അവിടെ റെഗുലർലി വരുന്നത് 40 കസ്റ്റമേഴ്സ് ആയിരിക്കും. മാക്സിമം വരുന്ന സീറ്റിംഗ് ഫുൾ ആവുന്നത് 40 കസ്റ്റമേഴ്സ് ആയിരിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഓവർഹെഡ് ചെലവുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ 40 സീറ്റുകളിലേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ റെസ്റ്റോറന്റിനെ ചുരുക്കാം. നിങ്ങൾക്ക് മറ്റുള്ള ഫെസിലിറ്റീസുകളൊന്നും നിങ്ങൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 40 സീറ്റുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ റെസ്റ്റോറന്റിനെ ചുരുക്കാം. നിങ്ങൾക്ക് ഈ 40 കസ്റ്റമർ വരുന്നതിന് ആവശ്യമുള്ള സ്റ്റാഫെ നിങ്ങൾ അപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ഓവർഹെഡ് ചെലവുകൾ നിങ്ങൾക്കറിയാം, ഇലക്ട്രിസിറ്റി, വെള്ളം, അതേപോലെ മറ്റുള്ള ചെലവുകൾ, മെയിൻ്റനൻസ്, ഇതൊക്കെ വരുന്നത് ഓവർഹെഡ് ചെലവുകളാണ്. ഈ ഓവർഹെഡ് ചെലവുകളിൽ നിങ്ങൾക്ക് ഒരു 5% അല്ലെങ്കിൽ 10% ചെലവ് കുറയ്ക്കാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഒരു വലിയ എമൗണ്ടിന്റെ മാറ്റമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ മെനു ഒന്നുകൂടി റീസ്ട്രക്ചർ ചെയ്യുക. നിങ്ങൾ അപ്പോ നിങ്ങളുടെ സാധാരണ മെനുകൾ കോമ്പറ്റേറ്ററുമായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യേണ്ട മെനുകൾക്ക് പകരം നിങ്ങൾ ഉപയോഗിക്കുന്ന യുണീക്ക് ആയിട്ടുള്ള മെനുകൾ നിങ്ങളുടെ മെനുവിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പഠനം നടത്തുക. നിങ്ങൾ അതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള മെനുകൾ എത്രയെണ്ണം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. കസ്റ്റമർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മെനുകൾ വേറെ ഉണ്ടാവും അല്ലേ? സാധാരണ കോമ്പറ്റേറ്റർ ഉപയോഗിക്കുന്ന മെനുകൾ അല്ലാതെ നിങ്ങളുടേതായ സ്പെഷ്യാലിറ്റി ഉള്ള മെനുകൾ ഉണ്ടാവും നിങ്ങളുടെ മെനുവിൽ. അത്തരത്തിലുള്ള മെനുകൾക്ക് നിങ്ങൾ ചെറിയ രൂപത്തിലുള്ള വർധനവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ചെറിയ രൂപത്തിൽ ഒരു 10 രൂപ, 5 രൂപ ഒക്കെയുള്ള ചെറിയ വർധനവ് നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു വർധനവായിട്ട് കൂടുതൽ ആളുകൾക്ക് ഫീൽ ചെയ്യാത്ത രൂപത്തിൽ ചെറിയ വർധനവ് നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരിക, മെനുവിൽ കൊണ്ടുവരിക. എന്നിട്ട് ആ മെനുവിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുക. നിങ്ങൾ അതിനെ കൂടുതൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാം. അപ്പൊ ഒരു ദിവസം നിങ്ങളൊരു 1000 ബില്ലാണ് അടിക്കുന്നതെങ്കിൽ നിങ്ങളൊരു 5 രൂപയുടെ വ്യത്യാസം നിങ്ങളുടെ മെനുവിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ 5000 രൂപയുടെ വ്യത്യാസം നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ റവന്യൂവിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്തരത്തില് ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ മെനുവിൽ കൊണ്ടുവരിക, അതിന്റെ പ്രൈസിംഗിൽ കൊണ്ടുവരിക. ദെൻ മൂന്നാമത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ ഫുഡ് കോസ്റ്റ്. ഇന്ന് റെസ്റ്റോറന്റ് ബിസിനസ്സുകളിൽ പരാജയപ്പെടുന്ന ബിസിനസ്സുകളിൽ 60%-ലധികവും പരാജയപ്പെടുന്നത് ഫുഡ് കോസ്റ്റിന്റെ മുകളിലാണ്. ഈ ഫുഡ് കോസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ഫുഡ് കോസ്റ്റില് ചെറിയ പെർസെന്റേജ് കുറവുകൾ വരുത്തുക. നിങ്ങൾ ഫുഡ് കോസ്റ്റിംഗ് എത്രത്തോളം കുറച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ കഴിയും. കാരണം ഫുഡ് കോസ്റ്റ് കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ വെണ്ടേഴ്സിനെ മാറ്റുക, പുതിയ വെണ്ടേഴ്സിനെ കണ്ടെത്തുക, അവരുമായിട്ട് നെഗോസിയേഷൻ നടത്തുക. നിങ്ങൾ കൂടുതൽ നെഗോസിയേഷൻ നടത്തി ലോ കോസ്റ്റിലേക്ക് പർച്ചേസിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഫുഡ് കോസ്റ്റ് കുറയും നിങ്ങൾക്ക്. പിന്നെ ഒരേ സമയം 3 വെണ്ടേഴ്സിനെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. 3 പേരുടെയും വിലയെടുത്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തരുന്നത് ആരാണോ അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിലേക്ക് പോവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുഡ് കോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വീണ്ടും കുറച്ച് കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾക്ക് ഒരു 2% കുറച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രോഫിറ്റിലേക്ക് കയറുമല്ലോ. 4ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, വരുന്ന കസ്റ്റമർ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കസ്റ്റമറായി മാറണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നല്ല സർവീസ് കൊടുക്കുന്നതിലേക്ക് നിങ്ങൾ പോവുക. നിങ്ങളുടെ സ്റ്റാഫിനെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട്. അപ്പോ നിങ്ങൾക്ക് മറ്റൊരു അഡീഷണൽ എക്സ്പെൻസ് ഇല്ലാതെ ഈ കസ്റ്റമർ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കയറി വരുന്നതോടുകൂടി നിങ്ങളുടെ ബിസിനസ് കൂടുതൽ സ്ട്രെങ്ത്തിലേക്ക് പോകും. അപ്പോ ബിസിനസ്സിലെ ചെലവുകൾ കുറച്ചു കൊണ്ടുവന്നുകൊണ്ട് ബിസിനസ്സിലെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ച് റെസ്റ്റോറന്റ്, കഫേ ബിസിനസ്സുകൾക്ക്
ചെറിയ മാറ്റങ്ങൾ ഓരോ പ്രൊഡക്റ്റിലും വരുത്തുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ ഫുഡ് കോസ്റ്റിലാണെങ്കിലും പ്രൈസിങ്ങിലാണെങ്കിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതോടുകൂടി വലിയ ഗ്രോത്ത് ആണ് ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യം, നിങ്ങളുടെ ബിസിനസ് ലാഭകരമല്ല എങ്കിൽ ലാഭകരമാക്കാനുള്ള 4 ടിപ്പുകളാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഓവർഹെഡ് എക്സ്പെൻസിൽ കുറവുകൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. കസ്റ്റമറുടെ പ്രൈസിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് വിൽപ്പന വർദ്ധിപ്പിച്ച്, അല്ലെങ്കിൽ വിൽപ്പനയിൽ അതത് ദിവസമുള്ള വിൽപ്പനയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് പ്രൈസിങ്ങിലുള്ള ചെറിയ മാറ്റത്തിൽ നിന്ന് കൂടുതൽ ലാഭം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫുഡ് കോസ്റ്റില് നിങ്ങൾക്ക് എത്രത്തോളം കുറവ് കൊണ്ടുവരാൻ കഴിയുമോ അത്രത്തോളം കുറവ് കൊണ്ടുവന്നുകൊണ്ട് അത് ലാഭകരമായ എമൗണ്ടിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമർ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കയറി വരുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ റെസ്റ്റോറന്റ് കഫേ ബിസിനസ്സുകൾ ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും.